നീണ്ട 74 വർഷത്തെ കാത്തിരിപ്പിനും 352 മത്സരങ്ങളിലെ പോരാട്ടത്തിന് ശേഷം കേരളം ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. സച്ചിൻ ബേബിയും അമയ് ഖുറാസിയെയും കൈകോർത്തപ്പോൾ സംഭവിച്ചതെല്ലാം മാജിക് ആണ്. ഒപ്പം കേരളം ചരിത്രത്തിലേക്കും നടന്നു കയറി. പഴയ തിരുവിതാംകൂർ കൊച്ചി ടീം കേരള ക്രിക്കറ്റ് ടീം ആയ ശേഷം 1957 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അന്ന് തൊട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ സാധ്യമാകാതിരുന്ന അസുലഭ നേട്ടവുമായി കേരളം മിന്നിത്തിളങ്ങുമ്പോൾ ഇതൊരു ടീം വർക്കിന്റെ വിജയമെന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഒരു ത്രില്ലർ സിനിമ പോലെയായിരുന്നു കേരള ഗുജറാത്ത് സെമി ഫൈനൽ. 2 റൺസിന്റെ നിർണായക ലീഡ് സമ്മാനിച്ച സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിനോടാണ് കേരളം ഇപ്പോൾ നന്ദി പറയുന്നത്. നാഗ്വാസ്വലയുടെ പവർഫുൾ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്തിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ ഇടിച്ച് ഉയർന്നു പൊങ്ങിയതാണ് കേരളത്തിന് അനുഗ്രഹമായത്. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് അനായാസ ക്യാച്ച്. നേരത്തെ 10ാം വിക്കറ്റിൽ സമാനമായൊരു ക്യാച്ച് അവസരം സൽമാൻ നിസാറിന്റെ കൈകളിലേക്ക് വന്നെങ്കിലും പിടിയിലൊതുക്കാൻ താരത്തിനായില്ല. കേരള താരങ്ങളെയെല്ലാം നിരാശയിലേക്ക് തള്ളിവിട്ട സാഹചര്യമായിരുന്നു ഇത്. എന്നാൽ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ സൽമാന്റെ ഹെൽമറ്റും നായകൻ സച്ചിൻ ബേബിയുടെ ക്യാച്ചുമെല്ലാം മലയാളി ആരാധകരുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി. വെറും 2 റൺസ് അകലെ കൈവിട്ട ഫൈനൽ ബർത്തിനെ ഓർത്ത് തലയിൽ കൈവച്ചിരിക്കാനേ ഗുജറാത്തി ടീമംഗങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ക്രിക്കറ്റിനല്ലാതെ ഇതുപോലൊരു ത്രില്ലർ ക്ലൈമാക്സ് ഒരുക്കാൻ മറ്റേത് ഗെയിമിനാണ്?